നമസ്കാരം. 1.5 മാസത്തോളം നീണ്ടുനിന്ന ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം കേരളം നിശബ്ദ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശം. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. ഏറ്റവും അവസാന ഏറ്റവും അവസാന റൗണ്ടിലും വോട്ടർമാരെ കഴിയാവുന്നത്രയും വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നാളെ രാവിലെ 7 മണി മുതൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഒട്ടനവധി കേന്ദ്രങ്ങളുള്ള മണ്ഡലങ്ങളുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതിൽ തിരുവനന്തപുരം മണ്ഡലം വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം മണ്ഡലം എന്തുകൊണ്ട് ചർച്ചാ വിഷയമാകുന്നു എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. തീപാറുന്ന പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. LDFനും UDFനും ഒപ്പത്തിനൊപ്പം BJPയും നിൽക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കേരളമെമ്പാടുമുള്ള വോട്ടർമാർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഉറ്റുനോക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാനവട്ട അടിയൊഴുക്കുകൾ വിധി നിർണായകമാകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായിട്ടുണ്ട്. പ്രത്യേകിച്ചും BJP അവിടെ ശക്തമായ ഒരു സാന്നിധ്യമുണ്ടാക്കുമ്പോൾ, BJPയുടെ വിജയസാധ്യത പോലും ചർച്ച ചെയ്യപ്പെടുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും BJPയുമായിട്ടാണ് മത്സരം എന്ന് ഇരു മുന്നണികളും അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ഈ തരത്തിലുള്ള അടിയൊഴുക്കുകളാണ്. ഈ അവകാശവാദത്തിന് ശേഷം BJPയെ നേരിടാൻ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയിലേക്ക് വോട്ടുകൾ ഏകീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഏകീകരണമാണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി ഡോക്ടർ ശശി തരൂരിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘടകമായി മാറുന്നത്. പ്രത്യേകിച്ചും 2014 ആ ഘടകം തന്നെയായിരുന്നു UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം. വെറും 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ അന്ന് വിജയിച്ചു പോയത്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം 2019 മാന്യമായ ഭൂരിപക്ഷം തിരികെ പിടിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലും അത്തരമുള്ള അവകാശവാദങ്ങൾ ഇരു മുന്നണികളും ഉന്നയിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ശശി തരൂർ അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചത്. UDFും BJPയും തമ്മിലാണ് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരം നടക്കുന്നത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പന്ന്യൻ രവീന്ദ്രനും LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും അത്തരമൊരു അവകാശവാദവുമായി വന്നു. അതായത് UDFൻ്റെ വിശദീകരണം അല്ലെങ്കിൽ UDFൻ്റെ വിലയിരുത്തൽ തെറ്റാണ്. CPIMും അല്ലെങ്കിൽ LDFും BJPയും തമ്മിലാണ് തിരുവനന്തപുരത്ത് കടുത്ത മത്സരം നടക്കുന്നത് എന്ന് LDF സ്ഥാനാർത്ഥിയും കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. തീർച്ചയായും ഇത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു അവസാനഘട്ട തന്ത്രം എന്നായി തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ BJP ആകട്ടെ ഈ 2 മുന്നണികളുടെയും അവകാശവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഇതെല്ലാം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന വിലയിരുത്തലിലേക്കാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, തീരദേശ മേഖലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെല്ലുവിളി തീരദേശ മേഖലയിലാണ്. പക്ഷേ ഇത്തവണ തീരദേശ മേഖലയിൽ വലിയ പ്രചരണം തന്നെ അവർ നടത്തിയിട്ടുണ്ട് എന്നവർ അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, തീരദേശ മേഖലയിൽ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ UDF സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ UDF ക്യാമ്പും ചില ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്, ചില ലഘുലേഖകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന ആരോപണവുമായി അവസാന ലാപ്പിൽ BJP എത്തുകയാണ്. അവർ ഈ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥിയുടെ നിയമോപദേഷ്ടകനായ അഡ്വക്കേറ്റ് JR പത്മകുമാറാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ലഘുലേഖകളുടെ അടക്കമാണ് ഇപ്പോൾ BJP പരാതി നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോവുകയാണ്, നിശബ്ദ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. നാളെ രാവിലെ മുതൽ കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യും. തിരുവനന്തപുരത്ത് ഇപ്പോൾ അടിയൊഴുക്കുകളുടെ സമയമാണ്. എന്തും സംഭവിക്കാം എന്ന നിലയിലാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.